വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഞങ്ങൾ അങ്ങനെ മസ്കറ്റിൽ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. സ്ഥലം ജബൽ ഷംസ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ചൂടാ. ജബൽ ഷംസിൽ ഇവിടത്തേലും ക്ലൈമറ്റ് വേറെയാണ്. അവിടെ കുറച്ച് തണുപ്പാണെന്നാണ് പറയുന്നത്. അവിടെ ഇപ്പൊ 21 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ പറയുന്നത്. ഇവിടെ ഇപ്പോ നല്ല രീതിയിൽ ഇവിടെ എത്ര ടെമ്പറേച്ചർ ഇപ്പോ 40. അപ്പൊ നമ്മള് ഫ്രൈഡേ പുറത്തു പോവാന്ന് വിചാരിച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞു ഒരു തണുപ്പൊന്നല്ല, ചൂടിച്ചിരി കുറവുള്ള സ്ഥലമാണെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത്. ഇനി അവിടെ ചെന്നാലറിയാം തണുപ്പാണോ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണോ എന്നൊക്കെ. ഞങ്ങൾ 3 പേരും ഒരു വണ്ടിയിലാണ്. നഷ്മയാണ് ഞങ്ങളുടെ സാരഥി. ഒരു രസം. റിസ്ക് എടുക്കാത്തവരായി ആരുണ്ട് ഗോപു? അതുപോലെ അതെ അതെ അതെ. നമ്മൾ ഇങ്ങനെ പോകുന്നത് ജബൽ ഷംസിലോട്ടാണ്. നമ്മൾ ഓൺലി ഗേൾസ് ട്രിപ്പ്. അപ്പൊ നമുക്ക് 3 മണിക്കൂർ നമ്മുടെ മുന്നിലുണ്ട് ഗൈസ്. കിരൺ ചേട്ടനും ജിതിൻ ചേട്ടനും ഫസൽ ചേട്ടനും ഒക്കെ വേറെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അവർ നമ്മൾക്ക് കുടിക്കാൻ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും കുറച്ച് ചിപ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തന്നതാണ് കാണുന്നത്. സ്പീഡ് പേടിയില്ലല്ലോ. നഷ്മയുടെ ചോദ്യം വെറുതെ ആയില്ല. അവൾ 100, 110, 120 അങ്ങനെ വെച്ചലക്കി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോർമലി ഒരു സ്പീഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അവൾ അടിപൊളിയായിട്ട് ഡ്രൈവും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവരുടെ അടുത്ത് പതുക്കെ പോകാൻ പറഞ്ഞാലും അവർ പതുക്കിയൊന്നല്ല പോയത്. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ നഷ്മയുടെ അടുത്ത് പറഞ്ഞു അവരെങ്ങനെയെങ്കിലും വെട്ടിക്കണമെന്ന്. അവൾ പറഞ്ഞ പോലെ തന്നെ അവരെ കഷ്ടപ്പെട്ട് വെട്ടിച്ചു. ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്. ഇടയിൽ നമ്മൾ ബാത്റൂമിൽ പോകാനും വെള്ളമൊക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് എടുത്തു കേട്ടോ. 2 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങള് വണ്ടികൾ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അവര് 4 പേരും ആ വണ്ടിയിൽ കയറി. ഞാനും കല്ലും കിരൺ ചേട്ടനും ഈ വണ്ടിയിലും പോന്നു കേട്ടോ. കാരണം നഷ്മ ഒറ്റ ട്രിപ്പ് ഇത്രയും ഡ്രൈവ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് ട്രിപ്പ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ കോൺസെൻട്രേഷൻ അവളുടെ ഡ്രൈവിങ്ങിലായിരുന്നു. അങ്ങനെയാണ് ഡ്രൈവിംഗ് ഒന്ന് നമ്മൾ ചെറുതായിട്ട് മാറ്റിയത്. ഈ വഴി നല്ല അടിപൊളി വഴിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കുറേ കാഴ്ചകളും. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട് പോലെ കണ്ട വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നു. റോഡ് ക്രോസ് ചെയ്തിട്ട് ചെറിയൊരു വാദ്യമാണിത്. നല്ല രസമുണ്ടായിരുന്നു ആ വഴിയൊക്കെ കാണാനായിട്ട്. ഇതേപോലെ പോകുന്ന വഴി മൊത്തം നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ഈ കാണുന്ന മേഘത്തിൻ്റെ നിഴൽ നല്ല ഡയറക്റ്റായിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. കാരണം നല്ല ഒരു റോഡ്, നേരെയുള്ളൊരു റോഡ്. ആ റോഡ് നേരെ വരുന്നത് ഈ മലനിരയുടെ അവിടേക്ക് ആ കറക്റ്റ് വ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഈ വ്യൂ കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു ഡയറക്റ്റ്ലി അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും വിസിബിൾ ആയിരിക്കില്ല. ഇതെന്തായാലും നല്ല കിഡിലം വ്യൂ ആയിരുന്നു. അങ്ങനെയെങ്കിൽ പോയി ഇത് അടുത്തൊരു വ്യൂ പോയിന്റിലെത്തിട്ടോ. ഇത് നല്ല കിഡിലം പ്ലേസ് ആയിരുന്നു. ഫുള്ള് കരിഞ്ഞുണങ്ങിയ മലയുടെ അടിയിൽ ഇത്രയും കിടിലൻ പച്ചപ്പ് നമ്മൾക്ക് കാണാൻ കിട്ടുമോ? എന്തൊരു രസമാണ് നോക്കിയേ. നല്ല രസമുണ്ടായിരുന്നു. അത് ഫുൾ കൃഷിയാണ്. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ മലയുടെ അടിഭാഗത്തും നമുക്ക് ഇതേപോലെ കണ്ടമായി തിരിച്ച് കൃഷി ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ആടുകൾ അവിടെ കുറേ ഉണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു നന്നായി. രാജു കട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മൾ അവിടെ എത്തി എന്നുള്ളൊരു കൈമുദ്ര പതിപ്പിക്കണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ലേ. എന്തായാലും നമ്മുടെ നാട്ടിൽ മാത്രമല്ല അങ്ങ് മസ്കറ്റിലും ഈ പരിപാടി തുടരുന്നുണ്ട് ഗൈസ്. എനിവേ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും യാത്ര തുടർന്നു. ജബൽ ഷംസിലോട്ട് നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോഡ് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള നല്ല റോഡുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ട്രക്കിംഗ് റോഡാണ്. ജബൽ എന്ന് വെച്ചാൽ മല എന്നാണ് മീനിങ്. അപ്പോൾ തന്നെ അറിയാലോ നമ്മളൊരു മലയുടെ മുകളിലോട്ടാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് റോഡിൻ്റെ അവിടേക്ക് കടന്നിട്ടുണ്ട്. ഈ കാണുന്ന വഴി നല്ല രസമാണ് അതിൽ പോകാനായിട്ട്. നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് ഗിയർ 1ലും 2ലും ഒക്കെ ഇട്ടിട്ടാണ് കൂടുതൽ നേരം ഡ്രൈവ് ചെയ്തത്. കാരണം അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പം സേഫായിട്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം. കാരണം ഈ കാണുന്ന സൈഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ചയുണ്ട് റോഡിൻ്റെ. അപ്പോൾ നമ്മൾ പതുക്കെ സേഫായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മല കയറി പകുതിയൊക്കെ എത്തിയപ്പോഴത്തേനും ക്ലൈമറ്റിൽ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മസ്കറ്റിൽ 40 ഡിഗ്രി ചൂടിൽ നിന്നാണ് ജബൽ ഷംസിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇത്രയും നല്ല ക്ലൈമറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം. പക്ഷെ അത് ആസ്വദിച്ച്
ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കണ്ടില്ലേ, നമ്മുടെ വെള്ള കാറ് നല്ല രീതിയിൽ പൊടി പിടിച്ച് വേറെ ഈ മണ്ണിൻ്റെ കളറായി. അത്രയ്ക്ക് പൊടിയാണ് അവിടെ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ടാണ് ഓടിച്ചത്. എന്നാലും നമ്മൾക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും മനസ്സിൽ. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജബൽ ഷംസ് റിസോർട്ട്. ജബൽ ഷംസ് സ്പോട്ടിൻ്റെ മെയിൻ സ്പോട്ടിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം ശരിക്കും നല്ലൊരു റീഫ്രഷായി. നമുക്ക് ഈ ചൂട്ടത്ത് നമ്മൾ എവിടെ പോയാലും നമുക്ക് എത്ര എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അവിടെ ആ ഒരു കാറ്റും, നല്ല കാറ്റായിരുന്നു അവിടെ. ആ കാറ്റും ആ ഒരു ചെറിയൊരു കുളിർമയും ഒക്കെ കൂടെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ എത്തിയ സമയം നല്ല കറക്റ്റ് സമയം, വെയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് മലയാണ്. ആ മലയുടെ ഒരു ഘടനയിൽ തന്നെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. നമുക്ക് അവർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിന്നോട്ടോ. പിന്നെ എന്തായാലും നമ്മൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയായിട്ട് പിടിച്ചിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ കിടിലൻ സൺസെറ്റ് കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് റീൽസ് എടുത്ത് നമ്മൾ ഈ മലമുകളിനോട് വിട പറയാണ് കേട്ടോ. ഇവരൊക്കെ നൈറ്റ് ക്യാമ്പിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അവർ ഈ ഒരു ഇരുട്ടാവുന്ന സമയത്ത് വന്നിട്ടാണ് ഇവർ കൂടുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെയാണ് ഈ കാണുന്ന കോഫി ഷോപ്പ് ഉള്ളത്. അവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അരിപങ്കലി താങ്ക് യു പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു പറ. തിരിച്ചു വരുന്ന വഴിക്ക് കല്ലുവിനെ നീതു താങ്ക് യു എന്ന് പറയാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കല്ലു പറഞ്ഞു തരുന്ന ആ ഒരു സീനാണ് കേട്ടോ കണ്ടത്. മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. എന്തോ ഒരു വലിയ കാര്യം പഠിച്ച ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു പാവം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ കോഫിയും കുറച്ച് സ്നാക്സെല്ലാം കേക്ക് പോലത്തെ പേസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു അവിടെ എല്ലാത്തിനും. അവിടെ കിടന്ന് വെറുതെ കുറേ പ്രഹസനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങൾ വന്ന് കോഫി കുടിച്ചു. എന്തായാലും നല്ല കോഫിയായിരുന്നു കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റുള്ള കോഫിയായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി പോകാമെന്ന് വിചാരിച്ചു. ഫസൽ ബ്രോ അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ ഇടുമായിരുന്നു. ഫുഡ് കഴിക്കണമല്ലോ, എല്ലാവർക്കും വിശന്ന് വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ ആ ലൊക്കേഷനൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ മല ഇറങ്ങി നേരെ ചെന്ന് ഫുഡ് കഴിച്ചു. അതൊന്നും വീഡിയോ എടുത്തില്ല, അപ്പോഴേക്കും വയ്യാണ്ടായി. എവിടെയെങ്കിലും ഫുഡ് കഴിക്കുക, ഫുഡായിരുന്നു നമ്മുടെ മെയിൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത് വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ. ഇനി എന്തായാലും ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രിപ്പിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.